നമസ്കാരം. ക്ഷേത്രങ്ങൾ ഭക്തജനങ്ങൾക്ക് ഉള്ളതാണ്. അപ്പോൾ ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ വേണം ക്ഷേത്രങ്ങൾ പ്രവർത്തിക്കാൻ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിശ്വ മഹാക്ഷേത്രമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്ര മൈതാനത്ത് നടക്കുന്ന ചില നിർമ്മാണ പ്രവർത്തികൾ കണ്ടാൽ ഇത് ഭക്തരെയും വിശ്വാസികളെയും ഒക്കെ വെല്ലുവിളിക്കുന്ന രീതിയിലേക്ക് അപകടകരമാം വിധം ചട്ടങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ആണ് ചില നിർമ്മാണ പ്രവർത്തികൾ ഏറ്റുമാനൂർ ക്ഷേത്ര മൈതാനത്ത് നടക്കുന്നത് എന്നാണ് ഭക്തജനങ്ങളും കൂട്ടായ്മകളും ഹിന്ദു സംഘടനകളും ഒക്കെ തന്നെ പരാതിപ്പെടുന്നത്. ഈ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് മുനിസിപ്പാലിറ്റിക്കും മറ്റധികാരികൾക്കുമൊക്കെ ഹൈന്ദവ സംഘടനകളും ഭക്തജനങ്ങളുടെ കൂട്ടായ്മയും ഒക്കെ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ ഇത്തരം നിർമ്മാണ പ്രവർത്തികൾ ഇവിടെ എന്തിനാണ് നടത്തുന്നത്? പിൽഗ്രിം ഷെൽട്ടറുകൾ സ്ഥിരമായ ഷെൽട്ടറുകളാണ്. അതുപോലെ ചിറപ്പ് പന്തൽ, ഇതൊക്കെ സ്ഥിരമായിട്ട് എല്ലാ തടസ്സങ്ങളും അവിടെ സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരം നിർമ്മാണ പ്രവർത്തികൾ, സ്ഥിരമായ നിർമ്മാണ പ്രവർത്തികൾ നടത്തുകയാണ്. ഇതുവഴി ലക്ഷങ്ങളുടെ കോൺട്രാക്ട് കൊടുത്ത്, വേണ്ടപ്പെട്ടവർക്ക് കോൺട്രാക്ട് കൊടുത്ത് ലക്ഷങ്ങളുടെ തട്ടിപ്പും വെട്ടിപ്പുമാണോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ ലക്ഷ്യമിടുന്നത് എന്ന് തോന്നിപ്പോകുന്നു ഇതൊക്കെ കാണുമ്പോൾ. തീർച്ചയായിട്ടും ഇത് അടിയന്തരമായി തന്നെ തടയപ്പെടേണ്ടതാണ്. മുനിസിപ്പാലിറ്റിക്കും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി വി എൻ വാസവനും അതുപോലെ അധികാരികൾക്കും ഒക്കെ തന്നെ നാട്ടുകാരും ഹൈന്ദവ സംഘടനാ പ്രവർത്തകരും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. തീർച്ചയായിട്ടും അടിയന്തരമായി ഈ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവയ്പ്പിക്കണം എന്ന് തന്നെയാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. എൻ്റെ പേര് ജിലചന്ദ്ര ബാബു. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഏറ്റുമാനൂർ ക്ഷേത്ര മൈതാനിയിലാണ്. ഇവിടെ രണ്ട് മാസമായി നടന്നു വരുന്ന അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രതിഷേധം അറിയിക്കാനാണ് നമ്മളിവിടെ കൂടിയിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾക്ക് ക്ഷേത്ര സംരക്ഷണ സമിതി, വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി, ശബരിമല അയ്യപ്പ കർമ്മസമിതി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഈ ഒരു എജിറ്റേഷൻ നടക്കുന്നത്. കാരണം ഈ നിർമ്മാണം നടന്നു കഴിഞ്ഞാൽ ക്ഷേത്ര ഉത്സവവുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ പലതരത്തിലുള്ള തടസ്സങ്ങളും നേരിടും ഭക്തജനങ്ങൾക്ക്. ഇത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഏറ്റുമാനൂർ നഗരസഭയിൽ നമ്മൾ സെക്രട്ടറി മുമ്പാകെ ഒരു അപേക്ഷ സമർപ്പിച്ചത്. ഇവിടെ ഏകദേശം 25 മീറ്റർ വീതിയാണ് കാണുന്നത്. ഉത്സവ കാലഘട്ടങ്ങളിൽ മിനിമം ഒരു 8-9 ആനയെങ്കിലും ഇവിടെ എഴുന്നള്ളിക്കുന്നതാണ്. അതിനുവേണ്ടി തന്നെ അറൗണ്ട് 27-28 മീറ്റർ സ്ഥലം ആവശ്യമുണ്ട്. പിന്നെ ഭക്തജനങ്ങൾ, ബാക്കി പരിവാരങ്ങൾ, വേല, അതുപോലെ തന്നെ സേവ, ഇതൊക്കെ നടത്താൻ വേണ്ടിയുള്ള ഈ പ്രദേശം, ഈ പറയുന്ന നിർമ്മിതി വന്നു കഴിഞ്ഞാൽ ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. പല രീതിയിലുള്ള അപകടങ്ങൾ വരാനുള്ള സാധ്യതകളും നമ്മൾ തള്ളിക്കളയുന്നില്ല. ഇത് കണക്കിലെടുത്ത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടനടി നിർത്തണം എന്നാണ് നമ്മുടെ ഈ ജോയിന്റ് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെടുന്നത്. പിന്നെ ഇവിടെ വടക്ക് ഭാഗത്തുള്ള ശ്രീകൃഷ്ണ കോവിൽ, ഇവിടുത്തെ തെക്ക് ഭാഗത്തേക്കുള്ള എൻട്രൻസ് ഈ ഭാഗത്താണ്. ഇത് പരിപൂർണമായിട്ടും അടഞ്ഞു പോകുന്ന രീതിയിലാണ് ഈ നിർമ്മിതി വന്നിട്ടുള്ളത്. ഇത് ഭക്തജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെ ഇത്തരത്തിൽ വക്രീകരിച്ചുകൊണ്ട്, അവിടെ അടുത്ത് തന്നെ ഒരു ശ്രീകൃഷ്ണന്റെ അമ്പലമുണ്ട്, അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ചെറിയൊരു വഴിയേ ഉള്ളൂ. ആ വഴി കൂടി തടസ്സപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ നിർമ്മാണ പ്രവർത്തികൾ നടത്തുന്നത്. എന്തെങ്കിലും ഒരു അത്യാഹിതം ഉണ്ടായിക്കഴിഞ്ഞാൽ മനുഷ്യന് ഓടി രക്ഷപ്പെടാൻ പോലും പറ്റാത്ത രീതിയിൽ, സത്യം പറഞ്ഞാൽ എല്ലാം കെട്ടിയടച്ച് ആണ് ഈ നിർമ്മാണ പ്രവർത്തികൾ നടക്കുന്നത് എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നു. ഭക്തജനങ്ങളും അതുപോലെ തന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന കൂട്ടായ്മകളും ഒക്കെ തന്നെ ഇതാണ് പരാതിപ്പെടുന്നത്. അടിയന്തരമായ ഒരു പരിഹാരം ഈ ഒരു നടപടിക്കുണ്ടാകണം. ഈ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവയ്പ്പിച്ച് ക്ഷേത്ര മൈതാനം പഴയതുപോലെ തന്നെ ആക്കണം എന്നുള്ള ആവശ്യം ശക്തമാവുകയാണ്. തീർച്ചയായിട്ടും അടിയന്തര നടപടി ഈ വിഷയത്തിൽ കൈക്കൊള്ളണം എന്ന് തന്നെയാണ് ഭക്തജനങ്ങൾ പറയുന്നത്.